എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വളരെ വിശിഷ്ടമായൊരു മുരിങ്ങയിലക്കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് പരിപ്പിടുന്നില്ല, പിന്നെ ചെറുപരിപ്പിടുന്നില്ല, സാമ്പാർ പരിപ്പിടുന്നില്ല, ഒന്നുമില്ലതാ. മുരിങ്ങയില ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, പിന്നെ വറ്റൽമുളകും മുറിച്ചിട്ട്, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഒരു നുള്ളു ജീരകവും കൂടെ ചതച്ച് അതിലേക്കിട്ട് കടുകുമിട്ട് കടകട പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ ഊരി വെച്ചിരിക്കുന്ന ഒരു പിടി മുരിങ്ങയിലയിട്ട് നല്ലോണം വതക്കുക. നല്ലോണം വതക്കി കഴിഞ്ഞ് അതിലേക്ക് ഇത്തിരി ഉപ്പിടണം. ഈ ഉപ്പുമിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം വഴലണം കേട്ടോ, ഒരുപാടങ്ങ് ട്രൈ ചെയ്യല്ല. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു മൂടി നാളികേരം പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും മാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് ആ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കണം. രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ ഉണ്ടോ, ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ ഇത് തിളയ്ക്കണ്ട, ഇതിന് അരവൊന്നുമില്ല. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ ഈ കറി തിളയ്ക്കണ്ട. രണ്ടാം പാലിൽ കിടന്നത് ആ മുരിങ്ങയില വേകണം. ഒന്നാമത് നമ്മൾ അതിനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. മുരിങ്ങയില വേകണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് ഒന്നുകൂടെ ചെറിയ തിള വരുമ്പം നമ്മളതിനെ വാങ്ങി അടച്ചു വയ്ക്കുക. അതിനുശേഷം അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളതിനെ ഇളക്കി കൂട്ടി യോജിപ്പിക്കുക. നല്ല മുരിങ്ങയില പാൽക്കറിയാണിത്, മുരിങ്ങയില പാൽക്കറി. പിന്നെ നമ്മുടെ മൺകലത്തിൽ എക്സല് ചോറ് മട്ടേരിയുടെ ചോറ് മൺകലത്തിൽ കിടന്ന വെന്തതാണിത്. മൺകലത്തിൽ ചോറ്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി കണ്ടോ. ഉരുളക്കിഴങ്ങ് ആദ്യം ഉപ്പും വെള്ളവും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വറ്റിക്കണം. വറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങിനെ പിന്നെ വെളിച്ചെണ്ണയിലിട്ട് മുരിച്ചെടുക്കണം. നേരെ ഡയറക്റ്റ് വെളിച്ചെണ്ണയിലിട്ട് മുരിക്കാം, പക്ഷേ അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണം. പിന്നെ ആ തേങ്ങാപ്പാലെടുത്ത പീരയില്ലേ, ആ പീര കൊണ്ട് മാങ്ങ, ഒരു കഷ്ണം മാങ്ങായും ഇത്തിരി ഉപ്പും കറിവേപ്പില ഇഞ്ചിയും കൂടെ ചേർത്തുള്ള ചമ്മന്തിയാണിത് കേട്ടോ, മാങ്ങാ ചമ്മന്തി. പിന്നെ മരുമോളുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മ കുറച്ച് മാങ്ങ ഉപ്പും ചെറുതായിട്ട് മുളക് പൊടിയും തിരുമ്മി ഉണക്കി കൊടുത്തു വിട്ടു. അതിന് ഞാൻ അച്ചാറാക്കി, മാങ്ങ അച്ചാറ്. പിന്നെ ഇന്ന് വിഭവസമർത്താണ് കേട്ടോ. കൊണ്ടാട്ടം എല്ലാ കൊണ്ടാട്ടവും ഉണ്ട്. നോക്കൂ, അന്ന് എൻ്റെ കസിൻ സിസ്റ്റർ കോയമ്പത്തൂരിൽ നിന്ന് വന്നപ്പോഴേ അവൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ജൗവരി കൊണ്ടാട്ടം, അരിക്കൊണ്ടാട്ടം. പപ്പടമില്ല, പപ്പടം വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം സംഭാരം, നമ്മുടെ സ്ഥിരം സംഭാരം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. പിന്നെ വേണമെന്നുള്ളവർക്ക് രാവിലത്തെ പുട്ടിൻ്റെ കടലക്കറി ഉണ്ട്. അത് ഞാൻ പക്ഷേ കുറച്ചെടുക്കും, കാരണം രാവിലെ ഞാൻ പുട്ടിന് കടലക്കറി കൂട്ടിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചെടുക്കും. പിന്നെ നമ്മുടെ ഇനി എനിക്ക് കഴിക്കാനുള്ളത് വിളമ്പട്ടെ. ഞാൻ വിളമ്പട്ട് കേട്ടോ. കുറച്ച് മതിയല്ലോ എനിക്ക്. ഈ കൊണ്ടാട്ടത്തിനെയൊക്കെ ഞാൻ മാറ്റി വയ്ക്കട്ടെ. ഇതെല്ലാം കൂടെ എടുക്കണേലിരുന്ന് കള്ളി പ്ലേറ്റ് വേണം. ചോറ്, മട്ടേരി ചോറ് ഒരുപാടാണ്. ആ കുഴിയിലേക്ക് നമ്മുടെ മുരിങ്ങയില കൂട്ടാൻ കൊഴുപ്പില്ല കേട്ടോ, കൊഴുപ്പില്ലാതെ വെച്ചിരിക്കുന്നത് മുരിങ്ങയില കൂട്ടാൻ. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, മാങ്ങാ ചമ്മന്തി. ഈ തേങ്ങയുടെ പീരി കേട്ടോ, മാങ്ങാ ചമ്മന്തി, അച്ചാറ്, ശക്കലം മതി ചാറ്, കൊണ്ടാട്ടം. ഇത്രയും സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ വിഭവങ്ങൾ. എല്ലാവർക്കും ഈ ഊണ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേണ്ടവർക്ക് രാവിലത്തെ
കടലക്കറി ഒരു പൂണിക്ക് ഇത്തിരി എടുക്കാം അല്ലേ. ഇന്ന് ഒരുപാട് വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മുരിങ്ങയില പാൽക്കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മുരിങ്ങയില നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണ മൂത്തപ്പം വറ്റൽമുളക് മുറിച്ചിട്ടു. അതിലേക്ക് കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടിയപ്പം ഒരു നുള്ളി ജീരകവും ഒരു 2 വെളുത്തുള്ളിയും കൂടെ ചതച്ചതിലേക്ക് ഇട്ടു. എന്നിട്ട് തിരികാത്ത് വെച്ചിട്ട് ഞാൻ ഈ മുരിങ്ങയില ഊരി കഴുകി വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ മുറ്റത്ത് തന്നെ ഓടിപ്പോയി ഇവിടെ മുരിങ്ങയില എടുത്തുകൊണ്ടുവന്നു കഴുകി വെച്ചിരിക്കുകയായിരുന്നു. ആ കടുക് പൊട്ടി അതിലേക്ക് ഈ മുരിങ്ങയില ഊരി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില തട്ടിയിട്ടു. ഇട്ടിട്ട് അത് 1 മൂടി നാളികേരത്തിൻ്റെ 2 പാല്, 3-ാം പാലൊന്നുമില്ല, 1-ാം പാലും 2-ാം പാലും എടുത്തു. 2-ാം പാലിനകത്തേക്ക് 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിൽ കിടന്ന് ഈ മുരിങ്ങയില ഒരുവിധം ഒന്നുകൂടെ ഒന്ന് തിളച്ചാൽ മതി, വേകാനില്ല, അത് പകുതി വെന്തല്ലോ. പിന്നെ അതിന് ശേഷം ഇത്തിരി കുറുകി വരുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ വറക്കുമ്പോഴേ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെ ഉപ്പ് നമുക്ക് ചേർക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് 2-ാം പാലും 1-ാം പാലും കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒരു വരികയാകാവൂ കേട്ടോ, തിളയ്ക്കരുത്. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ മുരിങ്ങയില പാൽക്കറി. വളരെ പോഷകസമൃദ്ധമാണിത് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. മുരിങ്ങയില പാൽക്കറി, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, അച്ചാറ്, കടലക്കറി. മുരിങ്ങയില പാൽക്കറി ചോറിൻ്റെ നടുക്ക് ഒഴിച്ചിട്ടുണ്ട്. കൊണ്ടാട്ടം, ഈ അച്ചാറും കൊണ്ടാട്ടവും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇന്നൊരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ, എന്നുമില്ലല്ലോ. ആ തേങ്ങയുടെ പീര കൊണ്ടുള്ള മാങ്ങാ ചമ്മന്തി, സംഭാരം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. നിങ്ങളെല്ലാവരും ഈ ഊണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഉണ്ണാൻ വരണം. എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ മുരിങ്ങയില പാൽക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ ഈ അരളിയില്ലേ, അരളിയുടെ പൂവും ഇലയൊക്കെ മാരകമായ വിഷമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കൊക്കെ എടുത്തിരുന്ന പൂവാണ്. അത് മാരകമായ വിഷമാണ്. അത് മരണ കാരണമാകുന്നു. അത് കാരണം കൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ, എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്ന വെട്ടിക്കളഞ്ഞു. എല്ലാവരുടെയും വീട്ടിൽ ആ ചെടി നിൽപ്പുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ വെട്ടിക്കളയണം. അതിൻ്റെ ചന്തം കണ്ടു നിങ്ങളവിടെ നിർത്തരുത്. ചന്തമല്ല, നമുക്ക് ജീവനാണ് വലുത്. അതുകൊണ്ട് എല്ലാവരോടും അത് ഞാൻ പറയുന്നു. എന്നിട്ട് ആ പൂ എത്ര മുകളിൽ നമ്മൾ വീണപൂവിൻ്റെ കഥ പറയുന്ന പോലെ ഇത് മനുഷ്യനെ താഴെ വീഴ്ത്തുകയാണ്. പിന്നെ കരഞ്ഞിട്ടൊന്നും നമുക്കൊരു കാര്യമില്ലല്ലോ. എണ്ണീടുകാർക്കും ഇത് താൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ എന്നല്ലേ. വീണപൂവിനെ നോക്കി ആ വീണപൂവിലൊരു മനുഷ്യജീവിതത്തെക്കുറിച്ചാണ് കുമാരനാശാൻ പാടിയിരിക്കുന്നത്. അത്യുച്ച സ്ഥായിയിൽ വിരിഞ്ഞു നിന്ന പൂവ് താഴെ വീണ അത് പക്ഷേ മനുഷ്യർക്ക് ഒരു ഉപദ്രവവും ചെയ്തിരുന്നില്ല. അതേസമയത്ത് ഇത് മനുഷ്യർക്ക് ഉപദ്രവവും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പിന്നെ സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. നോക്കൂ, ഹാ പുഷ്പമേ അധിക തുംഗപഥത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയങ്ങ് പുനരിഞ്ഞു കിടപ്പിതോർത്താൽ എന്ന് പാടി അതിൻ്റെ മനോഹാരിതയാണ്. പിന്നെ അതുകൂടി തത്വജ്ഞാനിയായ കുമാരനാശാൻ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ അരളിപ്പൂ അറിയാതെ പോലും നമ്മുടെ ചുണ്ടിലോ നാവിലോ പറ്റിയാൽ അത് മരണത്തിന് കാരണമാവും. പിന്നെ നമ്മൾ കരഞ്ഞിട്ടൊരു കാര്യവും ഇല്ലല്ലോ. അതാ കവി ലാസ്റ്റ് പറയുന്നത്, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞുമാശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകുമിപ്പോൾ. ഈ മലർ ഇവിടുന്ന് വിസ്മൃതമായി പോകും. നോക്കൂ, എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ. സംഭവിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലോ. എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവു കഷ്ടം. അതുകൊണ്ട് ഇവിടെ ഒരു ജീവനും ഈ അരളിപ്പൂ കാരണം കൊഴിയാൻ പാടില്ല.
ഒരാളും കണ്ണീര് പൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കരുത് ഇരിക്കട്ടെ. എല്ലാവരും അവരവരുടെ വീട്ടിൽ അരളി ഉണ്ടെങ്കിൽ, ഇന്നും ന്യൂസിൽ പറയുന്ന കേട്ടോ ഒരു പശുവും പശുക്കുട്ടിയും ഇതിൻ്റെ പൂവും ഇലയും തിന്ന് മരണപ്പെട്ടു എന്ന്. അതുകൊണ്ട് എല്ലാവരും അരളി ഉണ്ടെങ്കിൽ വെട്ടിക്കളയണം കേട്ടോ. ഇനിയിപ്പോൾ ഈ നമ്മുടെ മുരിങ്ങയില പാൽക്കറി എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.